ഏതാളപ്പാ ഈ വെട്ടിളി സംഘം? എന്റെ കർത്താവേ, ഇത് പെണ്ണേതാണ് ആണേതാണെന്ന് മനസ്സിലാകണില്ലല്ലോ. നിങ്ങളൊക്കെ ആരാണ്? ഉത്തരം പറഞ്ഞിട്ട് പോവില്ലേ? ഞങ്ങളൊക്കെ മാഷിന്റെ ഫ്രണ്ട്സാണ്. പോരെ അമ്മച്ചി ഒന്ന് മാറി, ഞങ്ങക്ക് പോണം. നിന്റെ വീട് എവിടെയാണ്? പള്ളൂർത്തിയില്. കൊച്ചിക്കാരത്തിയാണാ? പള്ളൂർത്തിന് ആരുടെ വാളാണ്? അവിടെയുള്ളവരൊക്കെ അറിയോ? അറിയുവാന്നാ? പണ്ട് താണ്ടമ്മ മീനി വിറ്റ് കിടന്ന സ്ഥലമാണ് വെച്ച്. നീ അപ്പന്റെ പേര് പറ. മാത്തച്ഛൻ. പള്ളൂർത്തിക്കാരൻ മാത്തച്ഛന്റെ മകളാണ് അടിയിരി. എന്നിട്ടടി മതാവപ്പെട്ടുകളെ വയറും തോടെയും കാണിച്ച് നീ വേഷം കിട്ടി കിടക്കണത്. നിനക്ക് ഈ വേഷം മരിച്ചത് തന്തരാദ്യം തല്ലണം. നീ എന്ത് കാഴ്ചയാണ് വായും പൊളിച്ചു നോക്കിക്കണത്? ഈ ആര് കാഴ്ച കാണാന്നല്ലേ നിന്റെ കുഞ്ഞിക്കുമ്പ് പാടിപ്പോ കേൾപ്പടാകത്ത്. എന്താ കാണാൻ വേണ്ടേ ഫാഷൻ ചാനലിൽ പെണ്ണുങ്ങ വന്നേക്ക്. താണ്ടമ്മ പോണില്ലേ? ഓ പോടേ, ജെല്ലി ജെല്ലി ജെല്ലി. ഹായ് ബഡി. ഹായ് ഹായ്. ഓ വരൂ വരൂ വരൂ. ഇന്ന് അൻവറിന്റെ വകയാ ചെലവൊക്കെ. ഇവനെ ഗൂഗിൾ കുത്തി. അടുത്ത മാസം സ്റ്റേജിൽ പോവാ. വർഷം 75 ലക്ഷം രൂപ സാലറി. ഇന്നത്തെ പ്രധാന അതിഥികൾ ഞങ്ങളാട്ടോ. എല്ലാവർക്കും മുറിയൊക്കെ റെഡിയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു മിനിറ്റ് വാ. മാഷെ എക്സ്പേർട്ട് ആയിട്ടോ. ഒറ്റ തവണ പറഞ്ഞു തന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഈ പെമ്പിളാരെ അറിയാതെ അവരെ നോക്കുന്ന ഏർപ്പാട് 2 സെക്കൻഡ് കൊണ്ട് ജൂലിന്റെ ഫുൾ ബോഡി സ്കാൻ ചെയ്ത് ഞാൻ കണ്ടു. പക്ഷേ അയ്യോ നമിച്ചു. നന്നായി. അതെ, ആ ജൂലിയൻ ആളെങ്ങനെയാ? അല്ല, മൊത്തത്തിലൊന്ന് കാണുമ്പോ എന്റെ മാഷെ അവരുടെ സ്വഭാവത്തിലെ ഓപ്പൺനെസ് ഉണ്ട്. വെളച്ചിലെടുക്കാൻ ചെന്നുണ്ടല്ലോ പല്ലടിച്ച് താഴിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ പിന്നെ ഈ നിക്കറിട്ടോണ്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കണം. തമാശക്ക് ചിലത് പറയുന്നല്ലാതെ ഞങ്ങൾ ആരും നെഗറ്റീവായിട്ട് പെരുമാറിയിട്ടില്ല. സത്യം. ആ ഒരു ഉറപ്പിലാ അവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാഷായിട്ട് നാണം കെടുത്തരുത്. അപ്പൊ നീയൊന്നും ന്യൂ ജനറേഷൻ അല്ലേ? ന്യൂ ജനറേഷൻ അല്ല ഈ പരിപാടി കേൾക്കണം. എന്റെ മാഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല പീഡന കേസിന് പുറകിൽ ഞങ്ങൾ ന്യൂ ജനറേഷനാ? അല്ലല്ലോ, മാഷിന്റെ പ്രായത്തിലുള്ള 40 വയസ്സിന് മുകളിലുള്ളവരാ അല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട. ശരിയാണ്. അന്നല്ല എന്താണ് അവിടെ? അവൻ കൂത്ത് കാണാൻ പോയി പ്രിയാച്ചേ. അവിടെ മാഷും പെണ്ണുങ്ങളും കൂടെ ഡാൻസ് കളിച്ച് രസിക്കുകയാണ്. അതൊന്നും കണ്ട് രസിക്കാൻ നീ അങ്ങോട്ട് കയറി പോകണ്ട. അവരുടെ മേലോട്ട് കയറി പോലെടാന്ന്. അച്ഛനിപ്പോ ഫുൾ ടൈം ഫേസ്ബുക്കിലാ. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? മാത്സ് ഹോംവർക്കിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയാ മതി എന്നാ ടീച്ചർ പറഞ്ഞേ. അങ്ങനെ കണ്ടതാ. ശരി ശരി, നടക്ക് നടക്ക്. എന്താ പക്ഷേ അല്ല ഒന്നുമില്ല. ഹലോ മാഷേ. നീനിപ്പോ എവിടെയുണ്ട്? ഞാൻ വീട്ടിലാ മാഷേ. അല്ല പെട്ടെന്ന് ഞാനിവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ടാ. സത്യം പറഞ്ഞാ ഞാനിപ്പോ മാഷെ സ്വപ്നം കണ്ടേയുള്ളൂ.
മാഷിന്റെ ഫോൺ വന്നപ്പോഴാണ് ഞാൻ ഉണർന്നത്. അയ്യോ ഉറങ്ങായിരുന്നോ? സോറി ഐ എം സോ സോറി. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ മാഷേ? അല്ല, എന്റെ ഒരു റിലേറ്റീവിനെ പെട്ടെന്ന് ഇവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് വിളിച്ചു ചോദിച്ചതാ. ഓക്കേ, കം ഓൺ, ലെറ്റ് us എൻജോയ്. ഓ, ഇങ്ങനെയാണോ കുത്തണ്ടേ? അതെ, നിങ്ങൾ ഈ ന്യൂക്കാര് ഫോട്ടോ എടുക്കാൻ നേരത്തെ വിരൽ ഇങ്ങനെ 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 പിടിക്കില്ല, എങ്ങനെയാ? ആ, നിങ്ങളിത് എവിടെയായിരുന്നു? വന്നിട്ട് 2 ദിവസമായിട്ടും ചേച്ചിയോടൊന്നും സംസാരിച്ചില്ല. നാളെ ഞങ്ങൾ പോണതുകൊണ്ട് ചേച്ചി ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. ഓ, അത് വേണ്ടായിരുന്നു. മാഷെ, ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ മാത്രമുള്ള ഒരു രഹസ്യ ഇന്നത്തെയും കൂടി കഴിഞ്ഞ് പറയാന്ന് കരുതിയിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ജൂലിയൻ വീട്ടുകാരറിയാതെ ഒളിച്ചു പോകുന്നതാണ്. നാളെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനിരിക്കുക. 1 മാസം നോട്ടീസിന്റെ കാലാവധി ഇന്നലെ കഴിഞ്ഞു. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മാഷ് ഞങ്ങളോടൊപ്പം നാളെ രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് വരണം. നന്നായി. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ചേച്ചി ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു, കുറെ നാൾ കഴിയുമ്പോ മാഷിനെ പോലെ ഞങ്ങളും പിരിഞ്ഞു താമസിക്കുമെന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു? ഇല്ല മാഷെ, അത് സംഭവിക്കില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പാണോ? ആ മാഷെ, ഞങ്ങൾക്ക് ഉറപ്പാ. എനിക്ക് അവളോട് സെക്സ് മാത്രമല്ല തോന്നുന്നു മാഷെ. ഐ ലവ് ഹെർ, മോറോവർ ഐ റെസ്പെക്ട് ഹെർ. മാഷിൻ്റെ അത്ര അറിവ് എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്കില്ല. മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ഒരു ആഷ്പുഷ് ലൈഫുമാണ്. ഐ എം നോട്ട് അഡ്വൈസ്. പക്ഷേ കുടുംബവും കുട്ടിയൊക്കെ ഉണ്ടായിട്ടും മറ്റ് സ്ത്രീകളോടൊരു അടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയോടുള്ള റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാവില്ലേ മാഷെ? മേ ബി ദാറ്റ് വാസ് യുവർ ഫോൾട്ട്. ആലുവയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയതിന് 4 യുവതികളും 7 പുരുഷന്മാരും ഉൾപ്പെടെ 11 പേർ പിടിയിലായി. തൃശൂർ സ്വദേശിനിയായ നീന കുരുവിളയുടെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് മാസങ്ങളായി അനാശാസ്യം നടന്നിരുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബന്ധങ്ങളിലൂടെയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നു നീന കുരുവിള എന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ യഥാർത്ഥ പേര് ഇതുതന്നെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലായേക്കുമെന്നും സൂചനയുണ്ട്.
ഇയാളുടെ ഒരു ചെത്ത് വേഷവും സ്പൈക്ക് മുടി, ഈ പ്രായത്തിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മാഷെ? ആ പഴയ സത്യാനാഥൻ മാഷെ കാണാൻ എന്തൊരു ഐശ്വര്യമായിരുന്നു. മാഷെ ഞാൻ ഒന്നും പറയണ്ട, താൻ എന്ത് വിഡ്ഢിത്തായി കാണിച്ചത്? വെറും ഫോണിലൂടെ ഉള്ള പരിചയം വെച്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരാളെ സഹായിക്കാന്ന് വെച്ചാൽ? ഇതിപ്പോ പണത്തിന്റെ കാര്യം മാത്രമല്ല അങ്ങളെ, രാത്രി മുഴുവൻ ആ പെണ്ണായിട്ടിന് ഫോണിൽ പഞ്ചാരടിക്കലായിരുന്നു പണി. ദേ സൈബർ സെല്ലെങ്ങാണ് ആ പെണ്ണിന്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ മാഷി കുഴപ്പം പിടിച്ച് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പുറത്തു വരുമെങ്കിലേ സത്യം. അങ്ങനെ വല്ല കുഴപ്പവും ചെയ്തിട്ടുണ്ടോ മാഷെ? ഉണ്ട് മാഷെ, വിട്ടുപോയി. ഞാൻ അയച്ചിട്ടുണ്ട്. എന്റെ പള്ളി, അങ്ങനെ വല്ല മെസ്സേജ് കോൾ ചെയ്ത ശേഷം മാഷി ഇതുവരെ രാത്രി എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വിളിച്ചു കാണും. അയ്യോ, അങ്ങനെയുള്ള മെസ്സേജിന്റെ ആഫ്റ്റർ കോൾസ് നോക്കുമ്പോ എന്റെ നമ്പർ കാണപ്പെട്ട അങ്ങളെ, കാര്യം ഞങ്ങൾ വലിയ വായിൽ വർത്താനം പറയുമെങ്കിലും ഇതുവരെ കളത്തിലിറങ്ങി കളിച്ചിട്ടില്ല. അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ കയ്യിന്ന് പോവോ മാഷെ? ഈ ചെയ്തതിനൊക്കെ എന്ത് ന്യായീകരണ മാഷെ ഞങ്ങളോട് പറയാനുള്ളത്? മാഷ് ഞങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ഭാര്യയോടൊത്തുള്ള ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഭാര്യയെ തൊടുമ്പോൾ ഒരു ഫീലിംഗും തോന്നുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ പുരുഷന്മാർക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അടക്കാനാകാത്ത കാമം കൊണ്ട്. തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഓരോ തെറിവാക്കിനും കൈയടിക്കുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, പബ്ലിക്കിന്റെ മുമ്പിൽ ഉടുതുണി വിരിഞ്ഞ് കാണിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, അതേ മാനസികാവസ്ഥ തന്നെയാണ് ഫോണിലും നെറ്റിലും ആ പെണ്ണിനോട് ചാറ്റ് ചെയ്യുമ്പോൾ മാഷ്ക്കും ഉണ്ടായിരുന്നത്. അത്തരം പെണ്ണുങ്ങളോട് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കൊച്ചു പുസ്തകത്തിലെ ഭാഷയിലും മാഷ്ക്ക് സംസാരിക്കാം. പക്ഷെ ആ ഭാഷ ഒരു ഭാര്യയും അംഗീകരിച്ച് തരില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവര് നമ്മളെ കാണുന്നത് കാമം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടല്ല, അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുരുഷൻ, അവരുടെ കുട്ടികളുടെ അച്ഛൻ. ആ ബഹുമാനം നിസ്സാരമല്ല. ഒരു അധ്യാപകനായിരുന്നിട്ട് പോലും തനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. പരിഭ്രമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. കാശ് കൊടുത്തു എന്നല്ലാതെ വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അവൾ മാഷെ പറ്റിക്കുമായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നെന്ന് എന്റെ മകനെങ്ങാനും അറിഞ്ഞ. അതിപ്പോഴല്ല മാഷെ ആലോചിക്കേണ്ടത്. ഏതായാലും 3-4 മാസം ഉണ്ടല്ലോ. ആദ്യം താൻ ഈ കോലമൊക്കെ ഒന്ന് മാറ്റി ആ പഴയ സത്യനാഥൻ മാഷാക് കുടുംബമൊക്കെ ആയിട്ടൊന്ന് പാച്ചപ്പ് ചെയ്യും. ചിലപ്പോൾ അവര് ഒരു തവണ കൂടി തന്നെ അംഗീകരിക്കാൻ തയ്യാറായേക്കും. ഒരു തവണ കൂടി. ആലുവ പെൺവാണിഭത്തിൽ അറസ്റ്റിലായ 7 പേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതിയായ നീന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്റെ കർത്താവേ, ഈ ചെക്കെന്ത് പോക്കനം കാണിക്കണത്? ഹലോ എടാ, ഇതൊക്കെ എന്ത് പഴയ സാധനമാണോ? ഇതൊക്കെ ഞാൻ എപ്പോഴേ കണ്ടതാ. എന്റെ കയ്യിലേ ഒരു ഹോം വീഡിയോ ഉണ്ട്. സംഗതി കിഡുമായിട്ടാ. ഒരു രസത്തിന് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാ. നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ലെങ്കിലേ ഞാൻ വൈകുന്നേരം മെയിൽ ചെയ്ത് തരാം. ആരോടും പുറത്ത് പറയല്ലേ കേട്ടോ. ഞാൻ എന്റെ പെൺഡ്രൈവിലും എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെടാ, ശരി, ബൈ. താണ്ടമ്മ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേള്. മോന് ക്ലാസ് ഇല്ലേ? ഇല്ല, സയൻസ് എക്സിബിഷനാ. അമ്മ എങ്ങാനും വിളിച്ചാലേ ഞാൻ സീനത്താന്റീന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഹലോ പ്രിയച്ചി, മാഷേ. താഴത്തെ ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നാ മതി. അല്ല, എന്താ? ഒന്നുമില്ല മാഷേ. ഇല്ല, ഒന്നുമില്ല.
വിളിച്ചിട്ട് വയ്യ, ഒന്ന് എളുപ്പം വാ. അവിടെയൊന്നുമല്ല, നീ താഴ്ത്തിരിക്കണം. യാതൊരു പെങ്കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറല്ല യാതൊന്ന് കുന്ത്രടത്തി വെച്ചേക്കുന്ന പോവാൻ വിളിച്ച് പറയണത് ഞാൻ കേട്ടു. ഇങ്ങനൊരു മകനുണ്ടായതിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാ. പ്രിയ എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. എന്നാലും രണ്ടുപേരെയും വിളിച്ച് ഞാനിന്ന് സോറി പറയാൻ പോവാ. നന്നായി മാഷെ. ഇന്നു മുതൽ മാഷുടെ ലൈഫിൽ ശരിക്കും ഒരു മാറ്റം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. അമ്മ ഇന്ന് നേരത്തെ വന്നു. ഞാനേ ഇന്ന് നേരെ കൊറേ ഫോട്ടോസ് എടുത്തു. അമ്മയ്ക്ക് വന്നു. അവിടെ ഇപ്പൊ നല്ല പോലെ പോസ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൽ പോയി നോക്ക്. മോൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട്. പോയി നോക്ക്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ കൂടെ നോക്കിയാലോ?
ആ നേരത്തെ എന്റെ മോൾക്ക് ഒന്നും മിണ്ടാൻ കൂടി പറ്റിട്ടുണ്ടാവില്ല അല്ലേ? നീ കരയാതിരിക്കെ. അത് കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് കൂടുതൽ വിഷമാവും. നമ്മളിതിപ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. അത് പിന്നെ ഇവിടെ മറ്റു കുട്ടികളുടെ പാരൻസ് ഒക്കെ അറിഞ്ഞ് അതൊക്കെ പിന്നെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും സ്പ്രെഡ് ആവുക. പഠിച്ചോൻ ചിലപ്പോൾ നമ്മുടെ മോക്കി അസുഖം കൊടുത്ത് അനുഗ്രഹിച്ചതാവും. കഴിഞ്ഞതൊന്നും ഓർത്ത് അവള് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. പിക്ചേഴ്സ് ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പാണോ? മോൻ ഇത് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? കള്ളം പറയരുത്. ഇല്ല ഡോക്ടർ, അതെന്റെ പെൺഡ്രൈവാ. ഞാൻ ചെയ്ത തെറ്റാന്നറിയാം ഡോക്ടർ. എനിക്കിനി വീട്ടിൽ പോകാൻ കഴിയില്ല. അച്ഛനും അമ്മനും അവരെ നോക്കാൻ കൂടി കഴിയില്ല ഡോക്ടർ. മോൻ കരയണ്ട. മോൻ പറഞ്ഞ ഡോക്ടർ റഹ്മാൻ ഉണ്ടല്ലോ, ആ ഡോക്ടറെ അങ്കിളിന് നന്നായിട്ട് അറിയാം. കരയല്ലേ, കരയണ്ട. അൻവറെ, എനിക്ക് തോന്നുന്നു അവൻ ഈ ടൗൺ വിട്ടിട്ടുണ്ടാവുന്ന. ശരിയാ, അന്വേഷിക്കാവുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ നോക്കിയില്ലേ? മാഷെ, ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ? അത് വേണ്ട, അത് പിന്നെ വാർത്തയാവും. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അത് പിന്നെ താങ്ങാൻ പറ്റില്ല. കുറച്ചുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു മാഷേ. അവന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഒരെടുത്തിയാട്ടത്തിന് വല്ല കടുങ്കയും കാണിച്ച. അയ്യോ മാഷേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവൻ തിരിച്ചു വരും മാഷേ. അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാ രാജേന്ദ്ര. ശ്രദ്ധിച്ചില്ല, അവനെ നന്നായിട്ട് വളർത്താൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു നല്ല അച്ഛനായില്ല. തോറ്റുപോയൊരച്ഛനാണോ ഞാൻ? തോറ്റുപോയൊരച്ഛൻ. എന്താ ഇത്? ഇങ്ങനെ പിടിച്ച് വണ്ടി കയറ്റാൻ മാത്രം മാഷ് എന്തുട്ടടിച്ചേ? ഇങ്ങോട്ട് മാറിയിരുന്നേ. മാഷ് ഫിറ്റ് ഒന്നല്ല, ഒരു ഫുൾ ഒറ്റയ്ക്ക് അടിച്ചാലും കുഴിച്ചിട്ട കുറ്റി പോലെ നിൽക്കുന്ന ആള് നമ്മുടെ മാഷ്. മാഷേ, മാഷ് നമ്മുടെ ലോനപ്പേട്ടല്ലേ? ലോനപ്പേട്ടന് ദുബായിന്ന് ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി കൊടുക്കുന്നുണ്ട്. വണ്ടിപ്പേട്ടലും ഇവിടെ ഡേവിസിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. വാ മാഷേ, മാഷേ നമുക്ക് പോയിട്ട് അടിക്കുക. രാജോണിയെ മാഷ് എന്തിനെ തന്നെ. ഡോക്ടർ അഗസ്റ്റിൻ എൻ്റെ ഒരു പഴയ കൊളീഗ. പുള്ളിക്കാരൻ പറയുന്നത് ചെയ്ത തെറ്റില് ഭാസ്കരൻ ശരിക്കും വിഷമിക്കുന്നുണ്ടെന്നാ. ഡോക്ടർ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്? എനിക്കിനി അവനെ കാണണ്ട, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എനിക്ക് അവനെ ഇനി പഴയതുപോലെ കാണാൻ പറ്റില്ല സീനു. അവൻ അടുത്തേക്ക് വരുമ്പോ പരിചയമില്ലാത്ത ഒരാണ് അടുത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ അവനെ കൈയൊഴിയാം, പോലീസ് പരാതിപ്പെടാം, കോടതിയിൽ ഹാജരാക്കി ഏതെങ്കിലും ജുവനൈൽ ഹോമിൽ കൊണ്ടാക്കാം. അതുകൊണ്ട് അവൻ നന്നാകും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ചിലപ്പോൾ അവിടെ വെച്ച് തെറ്റുകൾ മനസ്സിലാക്കി അവൻ നന്നായിന്നിരിക്കും. ഇല്ലെങ്കിലോ ക്രിമിനൽ സ്വഭാവമുള്ള പല വിധത്തിലുള്ളവരുമായി ഇടപഴകി കുറെ കഴിയുമ്പോൾ അവൻ പുറത്തു വരുന്നത് ഒരു കൊടും കുറ്റവാളിയായിട്ടായിരിക്കും. അന്നും അവന്റെ മേൽവിലാസം ഇതൊക്കെ തന്നെയാ. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളുടെ പേരുകൾ തന്നെയായിരിക്കും. പക്ഷെ ഒരു തവണ അവന്റെ തെറ്റ് പൊറുക്കാൻ നമ്മൾ തയ്യാറായാൽ, സ്നേഹം കൊണ്ട് അവനെ ഒന്ന് തിരുത്താൻ തയ്യാറായാൽ, എന്റെ മകൾക്കെന്നല്ല ഏത് പെണ്ണിനും സുരക്ഷിതമായി കൂടെ പോകാൻ കഴിയുന്ന ആണൊരുത്തനാക്കി അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമുക്ക് അവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കില്ലേ? ഡോക്ടർ അഗസ്റ്റിൻ അവനെ കൊണ്ടിപ്പോ വരും. നിങ്ങൾ അവനെ സ്വീകരിക്കണം. നിങ്ങളെപ്പോലെ വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, എനിക്കെന്റെ മോനെ വേണം. എനിക്കൊരു നല്ല അച്ഛനായിട്ട് മാറണം. മോനെ ഇറങ്ങ.
വാ, പേടിക്കണ്ട, ഇറങ്ങ്. ഡോക്ടറല്ലേ പറയുന്നത്. മോൻ ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്, ചെല്ല്. താങ്ക്സ് എ ലോട്ട്. ഭാസ്കര, ഭാസ്കര മോനെ, പ്രിയ ചെല്ലു പ്രിയ അവന്റെ അടുത്തേക്ക്. പ്രിയ അവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ല്. ആറുമാസം പിരിഞ്ഞ് ജീവിച്ചിട്ടും അതേ തീരുമാനം തന്നെയാണോ ഇപ്പോഴും? അതെ മാഡം, എനിക്ക് ഡിവോഴ്സ് വേണം. നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണോ? പ്രിയ പറഞ്ഞതുപോലെ തന്നെ ആവാം മാം. കാരണം പ്രിയയുടെ ഭർത്താവായിട്ട് ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. മനസാലെ പിരിയാൻ ഇരു കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നതിനാൽ കോടതി വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. അവസാന നിമിഷമെങ്കിലും പ്രിയ ആ തീരുമാനത്തിൽ നിന്ന് മാറുമെന്ന് ഞാൻ കരുതി. ഒരു പുതിയ തുടക്കം ആവായിരുന്നു പ്രിയ. എല്ലാ വൃത്തികേടുകൾക്കും ഒടുവിൽ ക്ഷമിക്കാനും പൊരുത്തപ്പെട്ട് ജീവിക്കാനും ജീവിതം ഒരു സിനിമാ കഥ പോലെ സിമ്പിൾ അല്ലല്ലോ. ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ക്ഷമിച്ചത് ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചവരോടല്ലാന്ന് എനിക്ക് ബോധ്യപ്പെടണം. മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും പുതിയ ആളുകളായിന്ന് എനിക്ക് ഉറപ്പ് വേണം. അന്ന് ആലോചിക്കാം ഈ തീരുമാനം മാറ്റണോ വേണ്ടയോ എന്ന്. രണ്ടുപേരും വീടിന്റെ മുകളിൽ തന്നെ ഉണ്ടല്ലോ. ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ശരി മോനെ.
നമ്മൾ രണ്ടാളും ഇനി എന്നും നല്ല കുട്ടികളെ. നമുക്ക് എല്ലാ കാലത്തും നമ്മളോടൊപ്പം അമ്മ വേണം. അമ്മ വരും, വരാതിരിക്കില്ലടാ.